എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ള ഓൺലൈൻ വീഡിയോസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? ഓക്കെ, അതിന് നല്ലൊരു കിടിലൻ പ്രോഗ്രാം നമ്മുടെ ലിനക്സിനകത്തുണ്ട്. മാത്രമല്ല അത് വിൻഡോസിന് അവൈലബിൾ ആണ്. ഇപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ പേര് യൂട്യൂബ് ഡി എൽ. ഓക്കെ, യൂട്യൂബ് ഡി എൽ. അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ സെർച്ച് എടുക്കുക, അവിടെ യൂട്യൂബ് ഡി എൽ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, യൂട്യൂബ് ഡി എൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് രണ്ട് വെബ്സൈറ്റുകൾ വരും മെയിനായിട്ടും. രണ്ടും ഒരു പ്രോഗ്രാമിനെ പറ്റി തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ എടുക്കുക, youtubedl.org. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലത്ത് സൈഡിൽ ഡൗൺലോഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള പല വഴികൾ അവിടെ കാണിച്ചു തരും. അപ്പം അതിൽ എടുക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് താഴെയുള്ള sudo wget https എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ എന്താണ്, ആ വാക്കുകളാണ് കോപ്പി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ ടെർമിനലിനകത്ത് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പം അതെടുക്കുക, sudo wget, എന്നിട്ട് അത് കോപ്പി ചെയ്യാം, ആദ്യത്തെ വരി. ഓക്കെ, അപ്പം മുകളിൽ എടുക്കല്ല്, കള്ളെന്നുള്ളത് എടുക്കല്ല്, കാരണമുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ ആ sudo wget എന്നുള്ളത് മാത്രം കോപ്പി ചെയ്യുക. താഴത്തെ കോപ്പി ചെയ്യൽ chmod എന്നുള്ളത്, അത് കോപ്പി ചെയ്യൽ മുകളിലത്തെ എടുക്കുക, എന്നിട്ട് അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനൽ ഓപ്പൺ ചെയ്ത് അതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഇത് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ wget എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നിട്ട് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ബിൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. ഓക്കെ, അതിനകത്തോട്ട് കോപ്പി ചെയ്തിടും. ഇവിടെയാണ് സാധാരണ എല്ലാ പ്രോഗ്രാമുകളുടെയും എന്താണ് പറയുന്നത്, എല്ലാ പ്രോഗ്രാമുകളും വന്നിട്ട് കിടക്കുന്നത് അവിടെയാണ്. അപ്പം ഇനിയും ചെയ്യേണ്ട വേറൊന്നുണ്ട്, അതിൻ്റെ താഴെ തന്നെ sudo chmod എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും chmod എന്നല്ല പറയുന്നത്, ചേഞ്ച് മോഡ് എന്നാണ്. അപ്പോൾ എന്താണ് ചേഞ്ച് മോഡ് എന്ന് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ, sudo chmod a+rx user local bin youtube dl എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കാം. അപ്പം ഇതെന്താണ് ചെയ്തതെന്ന് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇത്രയേ ഉള്ളൂ, യൂട്യൂബ് ഡി എൽ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പം അവിടെ ഒരു എറർ കാണിക്കും, പേടിക്കണ്ട, അത് URL കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. ഇനി നമുക്കൊരു വീഡിയോയുടെ URL കോപ്പി ചെയ്യാം, എന്നിട്ട് കോപ്പി ചെയ്തിട്ട് എന്നിട്ട് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, വീഡിയോയിലോട്ട് ചെല്ലാം. അപ്പം ഞാൻ എൻ്റെ വീഡിയോ തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പം ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയുടെ മുകളിൽ ഒരു ബോക്സ് കാണുമായിരിക്കും, അല്ലേ, നമ്മുടെ ഫയർഫോക്സിൻ്റെ മുകളിൽ ഒരു ബോക്സ് കാണും, അവിടെ കുറേ അക്ഷരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് URL. ഈ URL കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മുടെ ടെർമിനലിനകത്ത് പേസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. യൂട്യൂബ് ഡി എൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു, സ്പേസ് ഇടുന്നു, എന്നിട്ട് നമ്മൾ URL പേസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യൂട്യൂബ് ഡി എൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്യും. ഒരു തലവേദനയില്ല, യൂട്യൂബ് ഡി എൽ നല്ല HD വീഡിയോ നോക്കി ഡൗൺലോഡ് ചെയ്തോളും. ഇനി നമുക്ക് വേണമെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റി ചൂസ് ചെയ്യാം, അതായത് ഏത് ക്വാളിറ്റിയുള്ള വീഡിയോ ഡൗൺലോഡ് ചെയ്യണം, ഇനി HD വേണോ, ലോ ക്വാളിറ്റി വേണോ, അതോ ഹൈ ഡെഫിനിഷൻ വേണോ എന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ പല ഫോർമാറ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്യാം, പക്ഷേ വേറൊരു സോഫ്റ്റ്വെയർ കൂടി വേണ്ടി വരും അന്നേരം. വളരെ എളുപ്പമാണ്, sudo apt install ffmpeg അല്ലെങ്കിൽ fmbeg എന്ന് വിളിക്കും. fmbeg ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ഏതൊക്കെ എന്താണ് ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി യൂട്യൂബ് ഡി എല്ലിനോട് പറഞ്ഞാൽ മതി, യൂട്യൂബ് ഡി എൽ -f എന്നിട്ട് URL പേസ്റ്റ് ചെയ്യുക. അന്നേരം യൂട്യൂബ് ഡി എൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ എന്താണ് URLുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയുടെ പല ക്വാളിറ്റി നമ്മളെ കാണിക്കും. അതായത് ഹൈ ഡെഫിനേഷൻ, ലോ ഡെഫിനേഷൻ, എന്താണ് സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ, എല്ലാ വീഡിയോകളും അവിടെ കാണിക്കും. ആദ്യം കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, പേടിക്കേണ്ട ഒന്നുമില്ല. ഫോർമാറ്റ് കോഡ്, എക്സ്റ്റൻഷൻ, റെസൊല്യൂഷൻ, നോട്ട്, ഇത്രേ ഉള്ളൂ. ഇവർ നോട്ടൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നോട്ടിന് താഴെ ഡാഷ് എന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കൊരു HD വീഡിയോ ഡൗൺലോഡ് ചെയ്യണം, അതിൻ്റെ ഏറ്റവും താഴെ 1280x720 കിടപ്പുണ്ട്. അതിൻ്റെ നേരെയായിട്ട് നിങ്ങൾ നോക്കിയാൽ ഇടതുവശത്ത് എഴുതിയിട്ടുണ്ട് 22. അപ്പോൾ അതാണ് ഫോർമാറ്റ് കോഡ്. ആ ഫോർമാറ്റ് കോഡാണ് നമ്മൾ യൂട്യൂബ് ഡി എല്ലിനോട് പറയുന്നത്, ആ ഫോർമാറ്റ് കോഡിലുള്ള വീഡിയോ വേണം ഡൗൺലോഡ് ചെയ്യാനെന്ന്. ഓക്കെ, നമുക്കൊന്ന് പരീക്ഷ നോക്കാം അതെങ്ങനെയാണെന്ന്. ഓക്കെ, അതിന് നമുക്ക് കീബോർഡിലെ മുകളിലോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്യാം, അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ എന്താണ് കഴ്സർ നീക്കി കൊണ്ടുവന്നിട്ട് ക്യാപിറ്റൽ F മാറ്റിയിട്ട് സ്മോൾ f ആക്കുക, എന്നിട്ട് 22 അവിടെ ടൈപ്പ് ചെയ്യാം, എന്നിട്ട് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ഡി എൽ എന്ത് ചെയ്യും, ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യും.
ഇതാണ് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൽ നിങ്ങൾ ചുമ്മാ URL കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ വീഡിയോസും അതിനോടൊപ്പം തന്നെ ആഡിയോയും സെലക്ട് ചെയ്യാവുന്നത്. അപ്പോൾ അതൊക്കെ വലിയ ഉപകാരമാണ്, കാരണം പ്രത്യേകിച്ച് ഈ ടെഡ് ടോൾക്കൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നവർക്ക്. ഓക്കെ, നമുക്ക് ഒരു വീഡിയോ നോക്കാം, ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പം എനിക്ക് വേണ്ടത് ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് വീഡിയോ ആണ്, സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ 2 സ്ക്വയർ ഇട്ട് കാണിച്ചിരിക്കുന്നത്, അതിൽ 244 വെബം 854x450 എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ എന്താണ് അതിൻ്റെ ഫോർമാറ്റ് കോഡാണ് വന്നിട്ട് 244. ഓക്കെ, ആ ഫോർമാറ്റ് കോഡാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, പിന്നെയുള്ള ഒരു ഓഡിയോ അതിൻ്റെ 139 അതിൻ്റെ ഇതാണ് ഫോർമാറ്റ് കോഡ്. അപ്പം ചെയ്യേണ്ട അത്രേ ഉള്ളൂ, നിങ്ങൾ താഴെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, YouTube DL മൈനസ് സ്മോൾ എഫ്. ഓക്കെ, സ്മോൾ എഫ് ലോവർ കേസ് എഫ് ടൈപ്പ് ചെയ്തു, സ്പേസ് ഇട്ടിട്ട് 244. അതായത് നമ്മുടെ വീഡിയോയുടെ ഫോർമാറ്റ് കോഡാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ വീഡിയോയുടെ ഫോർമാറ്റ് കോഡാണ് 244 പ്ലസ് നമ്മുടെ ഓഡിയോയുടെ ഫോർമാറ്റ് കോഡ് 139. എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് നമ്മുടെ വീഡിയോയുടെ URL കൊടുത്തു, എൻ്റർ കൊടുത്തു. ഇത്രേ ഉള്ളൂ കാര്യം, ബാക്കിയെല്ലാം YouTube DL നോക്കിക്കോളൂ. പിന്നെയുള്ള ഒരു കാര്യം, യൂട്യൂബ് പിന്നെ മെയിനായിട്ടുള്ള എല്ലാ വെബ്സൈറ്റും ഒക്കെ വർക്ക് ചെയ്യും എന്നും പറഞ്ഞ് എല്ലാ സൈറ്റുകളും ഒക്കെ വർക്ക് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. എങ്കിലും ഒന്ന് തന്നെ ഞാൻ ഗ്യാരണ്ടി പറയാം, യൂട്യൂബ് നല്ല ഒന്നാന്തരമായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ് വരുമ്പം ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ യൂട്യൂബ് എപ്പോഴും അവരുടെ അൽഗോരിതം മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പിന്നീട് ഒരിക്കലും നിങ്ങൾ എന്നോട് പറയില്ല എന്തുകൊണ്ട് യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എന്നോട് പറയില്ല. സമയത്തിന് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, പല വെബ്സൈറ്റിന് പല ഫോർമാറ്റോടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ വിമിയോയുടെ ഫോർമാറ്റ് വന്നിട്ട് കുറേ ഗിംബിരിഷാണ്, കുറേ വായിക്കാൻ പറ്റാത്ത കുറേ വാക്കുകളാണ്. അപ്പം കുഴപ്പമില്ല, ഫോർമാറ്റ് കൊണ്ട് താഴെ കുറേ ആ ഗിംബിരിഷുകൾ നിങ്ങൾക്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് മൈനസ് സ്മോൾ എഫ് ആ ഗിംബിരിഷ് പേസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു കാര്യം, യൂട്യൂബിൽ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിയായ ഒരു കാര്യമല്ല. കാരണം അത് ഇല്ലീഗലാണ്. യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് വേറൊരു കാര്യം. പിന്നെ ഈ വീഡിയോകൾ നിങ്ങൾ തിരിച്ച് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തന്നെ ഇല്ലാതാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അതായത് ഓർക്കുക, ഈ ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് ഒന്നും കയറി വെബ്സൈറ്റിലോട്ടോ ഒന്നും അപ്ലോഡ് ചെയ്യല്, അവനവൻ കാണുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ടെഡ് ടോൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 2-3 മണിക്കൂറുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ എന്താണ് റേഞ്ചൊക്കെ കുറവായിരിക്കും. ആ സമയത്തൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത്, റേഞ്ച് കൂടുന്ന സമയത്ത് ഞാൻ എന്തോ ചെയ്യും, ടെഡ് ടോൾക്കെല്ലാം ഡൗൺലോഡ് ചെയ്തു. വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബ് DLന് വന്നിട്ട് പ്ലേലിസ്റ്റും ഡൗൺലോഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് പ്ലേലിസ്റ്റിൻ്റെ URL കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതും ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അവിടെയും ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനലിനകത്ത് പുതിയതാണെങ്കിൽ ആ യൂട്യൂബിൻ്റെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അവിടെ ഉണ്ട്, അതിനെ തല്ലിക്കൊന്നിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വരാം ഒരു കിടിലൻ വീഡിയോ ആയിട്ട്.